സിനിമയുടെ പേര് പോലും തീരുമാനിക്കാനുള്ള അവകാശം മറ്റുള്ളവരിലേക്ക് പോകുന്ന ഇക്കാലത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തെ ശക്തമായി പരാജയപ്പെടുത്തണമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. സ്ത്രീകൾക്ക് സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും സജി ചെറിയാൻ. ആധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എന്തു പേരിടണം, ഏത് പക്ഷം പിടിക്കണം, എന്തൊക്കെ എഴുതണം, എങ്ങനെ വായിക്കണം എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന തരത്തിലേക്ക് എല്ലാ ആവിഷ്കാരവും ചോദ്യം ചെയ്യപ്പെടുന്ന ഇക്കാലത്ത് തീർച്ചയായും സാംസ്കാരിക മേഖലയുടെ കൂട്ടായ്മ അനിവാര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായിട്ട് വരുന്ന കടന്നുകയറ്റം അതിനെ ശക്തമായി എതിർത്ത് പരാജയപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ജാനകി സിനിമ പേര് പോലും എന്തുണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം മറ്റുള്ളവരിലേക്ക് പോവുക. ഇതിന് മുമ്പൊരു സിനിമ ഇറങ്ങി, ശ്രീ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ. അതിന്റെ എല്ലാ ഭാവവും കട്ട് ചെയ്ത് അത് പ്രദർശിപ്പിക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ നാടെത്തി. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പൊ ഈ ജാനകി സിനിമയിൽ അഭിനയിച്ച് തന്നെ ആരാണെന്ന് ഞാൻ പറയാൻ അറിയാമോ? അവർക്ക് പോലും രക്ഷയില്ല. ആര് എന്ത് പേരിടണം, എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ എഴുതണം, എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെ വായിക്കണം എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന തരത്തിലേക്ക് എല്ലാ ആവിഷ്കാരത്തെയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും സാംസ്കാരിക മേഖലയുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സിനിമാ മേഖലയെ വളർത്തുന്നതിനും പുതിയ തലമുറയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമായി അടുത്ത മാസം തിരുവനന്തപുരത്ത് സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കും. കേരളത്തിലെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കാനായി ഡിസംബറിൽ കൊച്ചിയിൽ സാംസ്കാരിക കോൺഗ്രസ് സംഘടിപ്പിക്കും. സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കും. മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന്റെ അഭ്യർത്ഥന പ്രകാരം ഒല്ലൂരിൽ സർക്കാർ ഒരു സിനിമാ തിയേറ്റർ നിർമ്മിക്കുമെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. ലോകോത്തര സാങ്കേതിക വിദ്യയോടുകൂടിയ RGB 4K ലേസർ പ്രൊജക്ഷൻ, ഹ്യൂഗോ സിൽവർ സ്ക്രീൻ, 36 ചാനലുകളോടുകൂടിയ ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനം, പുഷ്ബാക്ക് സീറ്റുകൾ, പ്ലാറ്റിനം സോഫ സീറ്റുകൾ എന്നീ സംവിധാനങ്ങൾ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള കൈരളി ശ്രീ തിയേറ്ററുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 800-ൽ പരം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തിയേറ്ററിൽ ശീതീകരണ സംവിധാനത്തോടുകൂടിയ ബേബി ഫീഡിംഗ് റൂമുകൾ, ലിഫ്റ്റ്, കഫ്റ്റീരിയ, വെയിറ്റിംഗ് ഏരിയ, ഗസ്റ്റ് റൂം, ടോയ്ലറ്റ്, വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. പി ബാലചന്ദ്രൻ MLA, ചലച്ചിത്ര നടൻ TG രവി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിയേറ്ററിൻ്റെ ദൃശ്യശ്രാവ്യ മേന്മ അനുഭവവേദ്യമാക്കുന്ന ട്രയൽ ഷോയും നടന്നു. TCV തൃശ്ശൂർ.